السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവോടെ നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പരിശുദ്ധമായ മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് പരിപൂർണമായ നിലക്ക് കബൂലാക്കട്ടെ. നമ്മുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സർവ്വ പാപങ്ങളും അവൻ്റെ മഹദായ ഫضല് കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന്, നമ്മുടെ അയൽവാസികളിൽ നിന്ന് പല ആളുകളും താമസം മാറ്റി നമ്മുടെ മഖബറയിലാണുള്ളത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മളും അവരുടെ കൂടെ ചേരാനും അവർ കിടക്കുന്ന സ്ഥലത്ത് പോയി കിടക്കാനുള്ളവരാണ്. നമ്മുടെ ഖബർ ജീവിതം അള്ളാഹു സലാമത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. പരിശുദ്ധരായ ബദരീങ്ങളെ പറഞ്ഞ ഒരു സദസ്സാണ് ഈ സദസ്സ്. ബദരീങ്ങളെ പറ്റി പറയുക എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ട്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒന്നിരിക്കൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. രണ്ടാലൊരു കാര്യം ചെയ്യാനാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ കുറച്ചു പേരുള്ളൂ എങ്കിലും ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേക തൗഫീഖ് തന്നതുകൊണ്ടാണ് ഈ മജ്ലിസിലെത്താൻ നിങ്ങൾക്ക് സാധിച്ചത്. ഇതേ സമയത്ത് വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ടാവും, ഇതേ സമയത്ത് അങ്ങാടിയിൽ വർത്താനം പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ തമാശകൾ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടാവും. അതിനേക്കാളൊക്കെ എത്രയോ പുണ്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, മുസ്തഫ നബി ഇഷ്ടപ്പെടുന്ന, സഹാബത്തിലെ തന്നെ പ്രമുഖരായിരിക്കുന്ന 313 ആളുകളുടെ പേര് നമ്മുടെ ഈ വൃത്തികെട്ട നാവ് കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കൽബ് ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് ബദരീങ്ങളെ പറ്റി പറയുമ്പോഴുള്ള ഗുണം. അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മുടെ നാവിലൂടെ അങ്ങനെ പറയുമ്പോൾ തന്നെ കൽബ് തെളിഞ്ഞു വരികയാണ്. ബദരീങ്ങളുടെ പവർ വലിയ പവറാ. അവരെ പേര് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അവരെ കുറിച്ച് ജീവചരിത്രമോ അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഒന്നും പറയണ്ട. പേര് പറഞ്ഞാൽ മതി. യസീദു വയസീദു 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 എന്നിങ്ങനെയുള്ള പേരുകൾ മാത്രം പറഞ്ഞാൽ മതി കൽബ് എന്നാവാൻ. നമ്മുടെ ഈ വൃത്തികെട്ട ഗീബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന, ചീത്ത പറയുന്ന, കളവ് പറയുന്ന ഈ നാവുകൊണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നല്ല 313 മനുഷ്യന്മാരെ പേര് പറയാൻ കഴിയുക എന്നുള്ളത് വല്ലാത്ത തൗഫീഖല്ലേ മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞതും വരാനുള്ളതും പുറത്തു കൊടുത്ത കൂട്ടരാ. അവരിൽപ്പെട്ട ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജ്യദ്രോഹ കുറ്റം ചെയ്തു. മദീനയിൽ സഹാബത്തിന്റെയും പ്രവാചകന്റെയും പ്ലാന് മക്കത്തേക്ക് എത്തിക്കാൻ വേണ്ടി കത്ത് കൊടുത്തു. അത് ചില കാരണങ്ങളാൽ ചെയ്തതാണ്. കുടുംബമുണ്ട്, മക്കളുണ്ട്, പലരുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണെങ്കിലും സംഗതി രാജ്യദ്രോഹ കുറ്റമാണ്. ഒറ്റ കൊടുക്കുന്ന ഏർപ്പാട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ കത്തുമായി പോകുന്ന പെണ്ണിനെ പിടിക്കുകയും മുടിക്കെട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച കത്ത് പുറത്തെടുത്ത് അഷ്റഫുൽ ഖൽഖിന്റെ ചാരത്ത് കൊണ്ടുവരികയും ഇത് എഴുതി കൊടുത്തവൻ ബദരീങ്ങളിൽപ്പെട്ട ഒരു സഹാബിയാണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, നബിയെ, നിങ്ങളൊന്ന് സമ്മതം തന്നാൽ ഇവനെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ആ സമയത്ത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് ഒരു കാര്യമുണ്ട്, പറ്റൂല ഉമറേ, പറ്റൂല. ഇന്നഹു ബദരി, അവൻ ബദറിൽ പങ്കെടുത്ത ആളാണ്. വരാൻ പോണതും കഴിഞ്ഞതും അല്ലാഹ് പുറത്തു കൊടുത്ത ടീമാ. ആ കളി അവരോട്ട് പറ്റൂല. അതാണ് ബദരീന്റെ പ്രത്യേകത. ആ നല്ല 313 മനുഷ്യന്മാരെ പേര് നമ്മുടെ നാവുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ പറയുമ്പോ കൽബ് നന്നാവാൻ അത് പോരെ മുഅ്മിനീങ്ങളെ. പേര് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും വേണ്ട, പേര് പറഞ്ഞാൽ മതി. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് കോച്ചി തരിച്ചു, ഇളകാൻ പറ്റുന്നില്ല. ആ സമയത്ത് പരിസരത്തുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, ഒരു മരുന്നായി പറഞ്ഞത്, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക്, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മനുഷ്യന്റെ പേരാണ് പറഞ്ഞോന്നാ.
പേര് പറഞ്ഞാൽ മതി. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ സംഭവം അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. പേര് പറയാനേ പറഞ്ഞു. കാല് കോച്ചിയപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പേര് പറഞ്ഞാൽ മതി, അതാ ചികിത്സ. പേര്, വെറും പേര്, ആ പേരാ നാവുണ്ടോന്നാ പറഞ്ഞാൽ മതി. ആ സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ്, മുത്തുനബിയെ എന്ന് നാവുകൊണ്ട് പറഞ്ഞു എന്നാണ്. അതേ പറഞ്ഞു, യാ മുഹമ്മദ്, മുത്തുനബിയെ. അതോടുകൂടെ ആ കാലിന്റെ പ്രശ്നം തീർന്നു എന്നാണ്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കിതാബിൽ കാല് ധരിച്ചാൽ എന്തു പറയണമെന്ന് ഹെഡിങ് ഇട്ടിട്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പൊ നോക്കൂ, ഉണ്ടായ ഒരു അപകടത്തിന്റെ ചികിത്സ പേര് പറയല. നമ്മുടെ ഉമ്മമാരും വല്യമാരൊക്കെ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്ന ഉടനെ ബദരീങ്ങളെ എന്ന് വിളിക്കും, അല്ലെ മമ്പർത്ത് തങ്ങളെ എന്ന് വിളിക്കും. ആ വിളി മതി. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ നമ്മളൊന്ന് വിളിച്ചാൽ മതി. നാവുണ്ട് അവരെ പേരൊന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മൾ മജ്‌ലിസുന്നൂർ ചെല്ലുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നല്ല മനുഷ്യന്മാരുടെ പേരാ പറയണത്. അള്ളാഹുവിന്റെ രജിസ്റ്ററിലുള്ള ആളുകളാ, മുസ്തഫ നബിന്റെ മനസ്സിൽ എപ്പോഴുള്ള ആളുകളാ ബദരീങ്ങൾ. അവരെ പേര് പറയുമ്പോ നമ്മുടെ കൽബിൽ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ കൂടെ കൊണ്ടുവരിക, എന്നിട്ട് പറഞ്ഞാൽ മതി. ഒരാളെ പേര് പറഞ്ഞപ്പോക്ക് കാല് ധരിച്ചത് മാറിയെങ്കിൽ ബദരീങ്ങളിൽ ഒന്നാമത്തവൻ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഒരാളെ പേര് പറഞ്ഞാൽ മതി. 313 ആളെ പേര് നമ്മളിങ്ങനെ വരി വരിയായി അതൊരു ഗദ്യത്തിലൂടെ അങ്ങനെ പറഞ്ഞു വരുമ്പോ മനസ്സിൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ എടുത്തിടുക. എന്നാൽ ആ പ്രയാസങ്ങൾക്കൊക്കെ ആ പേര് പറച്ചിൽ തന്നെ വലിയ ഒരു ശമനമായി, ശിഫയായി മാറും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഈ വ്യാഴാഴ്ചയാണ് റജബ് 27. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം റബ്ബിനെ കാണാൻ പറ്റിയല്ലോ. മുസ്തഫ നബി വല്ലാത്ത സങ്കടത്തിലായിരുന്നു. കൂടെ താങ്ങും തണലുമായി നിന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു വഫാത്തായി. ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്നിരുന്ന പല ആളുകളും വഫാത്തായി. അബൂ ത്വാലിബ് പോയി. ആ ടെൻഷനിലാണ്, സങ്കടത്തിലാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു നേരിൽ കാണാൻ, ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ഒന്ന് സന്തോഷിപ്പിക്കാൻ. മുത്ത് നബി ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഏതെന്ന് വെച്ചാൽ ഒരു പക്ഷേ അത് റജബ് 27 ആയിരിക്കും. ആ ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്, മിഅ്റാജിന്റെ ദിവസം. ആ ദിവസം നമ്മൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുകയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. പള്ളിയിൽ പ്രത്യേകമായി ഇഅ്തികാഫിരിക്കുകയും ദുഹർ വരെ നിസ്കരിക്കുകയും അസ്ർ വരെ ദുആ ചെയ്യുകയും ചെയ്തിട്ട് മുത്തുനബി ഇങ്ങനെ കാണിച്ചു തന്നു എന്ന് പറയുകയും ചെയ്തതായി ഗുനിയത്ത് എന്ന കിതാബിൽ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയതുമായി ബന്ധപ്പെട്ട നോമ്പ് വളരെ വിലപ്പെട്ട നോമ്പാ. ആ നോമ്പ് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം ഈ വർഷത്തെ നോമ്പിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച സുന്നത്ത് വേറെയുണ്ട്. വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പും മിഅ്റാജ് 27ന്റെ മിഅ്റാജിന്റെ നോമ്പും ഫർളായത് ഖളാ വീട്ടാനുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ കൂട്ടിക്കരുതിയാൽ എല്ലാം നമുക്ക് കിട്ടും. ഇതിന്റെ കൂലി പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഈ വ്യാഴാഴ്ചത്തെ നോമ്പ് റജബ് 27ന്റെ നോമ്പ് ഒരാൾ നോറ്റാൽ അവനിക്ക് 60 കൊല്ലത്തെ നോമ്പിന്റെ കൂലി അള്ളാഹു നൽകും എന്നാണ്. നോമ്പ് അല്ലെങ്കിലേ അള്ളാഹു വലിയ കൂലി നൽകുന്ന ഒരു ഇബാദത്ത നോമ്പ്. അതാണ് അസ്സൗമു ലീ, ഞാനാണ് അതിന്റെ കൂലി നൽകുക എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യും കണക്കില്ലാത്ത കൂലി കിട്ടും എന്നാണ് അതിനർത്ഥം. അപ്പൊ വലിയ കൂലിയുള്ള സാധനമാ നോമ്പ്. ആ നോമ്പ് പ്രത്യേകിച്ച് റജബ് 27 നമ്മളൊക്കെ നോൽക്കണം. ഫിഖ്ഹിന്റെ കിതാബുകളിൽ, ഇആനത്തുൽ ബാജൂരിയിൽ, ഹാഷിയത്തുൽ ജമലിലൊക്കെ ആ നോമ്പിന്റെ പുണ്യങ്ങളും അതിന്റെ സവിശേഷതകളും വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റജബ് 27ന്റെ നോമ്പ് നമ്മൾ നിഷ്കർഷതയോട് കൂടെ തന്നെ അത് നോറ്റുവീട്ടണമെന്ന് സാന്ദർഭികമായി ഉണർത്താണ്. ഇനി അങ്ങനെ ഒരു നോമ്പ് ഇല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം
പരമാവധി ദീനിന്റെ കാര്യങ്ങൾ വെട്ടിച്ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ദീനിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ വെട്ടിച്ചുരുക്കൽ പ്രധാന ലക്ഷ്യമാവും. അതുകൊണ്ട് അങ്ങനെ ഒരു നോമ്പില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. നമ്മളത് മെയിൻ ചെയ്യേണ്ടതില്ല. മതയുക്തിവാദികൾ പലതും പറയും, പിഴച്ച വിശ്വാസികളാണ്. അതുകൊണ്ട് അവർ പറയുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല. മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചനുസരിച്ച് നമ്മൾ ആ നോമ്പ് നോൽക്കുക, ആ വലിയ പുണ്യം നമ്മൾ കരസ്ഥാക്കുക. മറ്റുള്ളവർ പറയുന്നവർ നമ്മൾ നോക്കണ്ട. എന്തുകൊണ്ട്? അത് മാറ്റി പറയും. നാളെ മറ്റന്നാളോ അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാലോ നമ്മൾ ഈ പറയണത് അവർ പറയും. സാധാരണ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതരുതേ, മനോരമ വായിക്കണം, മാതൃഭൂമി വായിക്കണം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ടു, ഖുർആൻ ഓതണം എന്ന് പറഞ്ഞ് നീട്ടി വാള് പറയുന്നു. അപ്പൊ വേണ്ട എന്നൊരു കാലത്ത് പറഞ്ഞത് ഇൻഷാ അല്ലാഹ് 10 കൊല്ലം കഴിയുമ്പോൾ അവര് വേണമെന്ന് പറയും. അവർക്ക് 10 കൊല്ലം നഷ്ടപ്പെട്ടു എന്ന് മാത്രം. അതുകൊണ്ട് അങ്ങനത്തെ സംസാരങ്ങളിലേക്കും അങ്ങനത്തെ ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്. നമ്മുടെ ഇബാദത്തുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ മശായിഖന്മാർ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, വല്യപ്പമാർ പഠിപ്പിച്ചു തന്ന ആദർശത്തിൽ നിന്ന് ഒരു ചാണ് പോലും നമ്മൾ വേക്കോട്ട് പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇഹ്യായിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൂലി നൽകുന്ന 15 രാത്രികൾ. 15 രാത്രി. അതിലൊന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. റജബ് 1 വലിയ ഫضലുള്ള രാത്രിയാണ്. രണ്ടാമത്തൊരു രാത്രി അത് റജബ് 27 രാത്രിയാണ്. ലാ യംബഗി അൻ യഗ്ഫലൽ മുരീദു അൻഹാ. അത് അശ്രദ്ധമായി നിങ്ങൾ കളയരുതേ എന്ന് ഇമാം ഗസാലി. ഫഇന്നഹാ മവാസിമുൽ ഖൈറാത്ത് വമദാന്നു തിജാറാത്ത്. നല്ലോണം കച്ചവടം ചെയ്യാൻ പറ്റുന്ന സമയ, നല്ലോണം ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സമയ, കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന സമയ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ഒരുപാട് ചെയ്ത് വലിയ കൂലി നേടാൻ പറ്റുന്ന സമയമാണ്. കച്ചവടക്കാരൻ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, സീസൺ അറിയാതെ കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാവില്ല. അടക്ക എപ്പോ വിൽക്കണം? സീസണിൽ വിൽക്കണം. ഏതൊരു സാധനം അങ്ങനെ, റബ്ബർ എപ്പോ വിൽക്കണം? സീസണിൽ വിൽക്കണം. സീസൺ അറിയാതെ കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാവില്ല. എന്നതുപോലെ ഒരു വിശ്വാസി സീസൺ അറിഞ്ഞിരിക്കണം. സീസൺ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയ കൂലി നൽകുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങൾ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കണം. സീസൺ അറിയാതെ കച്ചവടം ചെയ്യരുത്. എന്നതുപോലെ ഇബാദത്തിന്റെ സീസൺ, ആ സീസൺ അറിഞ്ഞ് നമ്മൾ ഇബാദത്ത് ചെയ്യണം. റജബ് 27 രാത്രി അതിൽപ്പെട്ടൊരു സമയ സീസണാണ്. അതുകൊണ്ട് ഒരുപാട് ഖൈറാത്തുകൾ നമ്മൾ ചെയ്യാം. ഈ രാത്രി മാത്രമല്ല, റജബ് തന്നെ സീസണാണ്. റജബും ശഅബാനും സീസണാണ്. റമദാൻ അതിലും വലിയ സീസണാണ്. ഒരുപാട് കൂലി അള്ളാഹു നൽകുന്ന സമയ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമാവധി നമ്മൾ വിട്ടു നിൽക്കേണ്ട സമയ. അള്ളാഹു ബഹുമാനിച്ച സമയമാണ്. അള്ളാഹു ആദരിച്ച സമയമാണ്. ശിക്ഷകൾക്ക് കാഠിന്യം കൂടുന്ന സമയമാണ്. തെറ്റുകൾക്ക് ഗൗരവം കൂടുന്ന സമയമാണ് റജബ്, ശഅബാൻ, റമദാൻ. 3 മാസവും നമ്മൾ നല്ലതുപോലെ പ്രവർത്തിക്കണം. നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബറക്കത്ത് ചെയ്യണേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലേ ഈ ബറക്കത്ത് ചോദിക്കുന്നത്? വബല്ലിഗ്നാ ശഹ്റ റമദാൻ. റമദാൻ വരെ ആയുസ് തരണേ റബ്ബേ എന്ന് പറഞ്ഞ് റമദാനിൽ നമ്മൾ ഉറങ്ങി നടക്കാൻ പറ്റുമോ? റമദാൻ വരെ ആയുസ് തരണേ എന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണിത്? അമൽ ചെയ്യാനാണ്. വബല്ലിഗ്നാ ശഹ്റ റമദാൻ. പടച്ചോനെ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആയുസ് തരണേ എന്നാണ്. എന്തിനാണിത്? ആയുസ് എന്തിനാ? അമൽ ചെയ്യാനാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഖൈറായ കാര്യങ്ങൾ, അഅമാലുകൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ സവിധത്തിലെത്തിയപ്പോൾ അള്ളാഹു കൊടുത്ത സമ്മാനം. ഇനി ഇസ്രാഉം മിഅ്റാജും ഇങ്ങനെ എന്നും നടക്കണ പരിപാടിയല്ല. അതുകൊണ്ട് എന്നും ഇസ്രാഉം മിഅ്റാജിന്റെ ഒരു ഗുണം കിട്ടണം. അതിനാ നിസ്കാരം. നമുക്കൊക്കെ മിഅ്റാജ് ഉണ്ട്. നമ്മുടെ മിഅ്റാജ് അസ്സലാഹ്, നിസ്കാരമാണ് നമ്മുടെ മിഅ്റാജ്. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവിലേക്കുള്ള യാത്ര. നിസ്കാരത്തിലേക്കാണ് കടന്നാൽ പടച്ചോന്റെ മുമ്പിൽ അളകാതെ, ചെരിയാതെ, കൊരക്കാതെ, വലിക്കാതെ ശ്രദ്ധയോടുകൂടെ നിൽക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇളകാൻ പാടില്ല, ചെരിയാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, ഖിബില തെറ്റാൻ പാടില്ല. എന്താ? അള്ളാഹിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ മിഅ്റാജ്. ഈ മിഅ്റാജ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വെള്ളിയാഴ്ച ഖുതുബയിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അള്ളാഹു തന്ന 50 വഖത്ത്
പറഞ്ഞ് ചുരുക്കി മുസ്തഫ നബി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തില്ലേ? നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടല്ലേ മുത്തുനബി അങ്ങനെ ചെയ്തത് എന്ന് ഇന്ന് ഖുതുബയിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ 5 വഖ്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്കൊക്കെ നല്ലതുപോലെ ശ്രദ്ധയുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരം വെളുത്തത് മുതൽ നമുക്ക് ശ്വാസം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓക്സിജൻ നിർത്താൻ തീരുമാനിച്ചാൽ, ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ തടയാൻ അല്ലാഹു ശ്രമിച്ചാൽ, തടയാൻ അല്ലാഹു തീരുമാനിച്ചാൽ, നമ്മൾ പിന്നെ സ്വിച്ച് ബോർഡിന്റെ താഴെ വന്നിരുന്നുകൊണ്ട് മൂക്കിലേക്ക് ആ സാധനം കുത്തിവെച്ചിരിക്കേണ്ടി വരും. പുറത്തേക്കൊന്ന് അങ്ങാടിയിലേക്ക് പോകാൻ പറ്റൂല. ശ്വാസം മുട്ടിയാൽ ഉടനെ വീട്ടിലേക്ക് ഓടി വരണം, മൂക്കിലത് കയറ്റി അവിടെ ഇരിക്കണം. പ്രകൃതിയിൽ നിന്ന് അള്ളാഹു നൽകുന്ന ശ്വാസം നിലച്ചാൽ അങ്ങനെയാണ്. രാവിലെ മുതൽ അള്ളാഹു നമുക്ക് ഓക്സിജൻ തന്നുകൊണ്ടിരിക്കുകയാണ്. കാശ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. രാവിലെ മുതൽ അള്ളാഹു നമുക്ക് വെള്ളം തന്നുകൊണ്ടിരിക്കുകയാണ്, അന്നം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നന്ദി എവിടെ? ആ നന്ദി സുജൂദാണ്. ഞാൻ നിനക്ക് അടിമപ്പെട്ടിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് ഒരാളുടെ മുമ്പിലും താത്താത്ത തല, ആ തല നിലത്ത് വെക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ അടിമപ്പെടുകയാ. അതാണ് സുജൂദ്. നിസ്കാരത്തിന്റെ ഗൗരവം വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണ് നിസ്കാരം. രാവിലെ മുതൽ അള്ളാഹു നമ്മളെ തീറ്റിപ്പോറ്റുന്നതിന് നമ്മുടെ ശരീരത്തിലൂടെ ഒരു പ്രയാസമില്ലാത്ത രക്തചംക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ബ്ലോക്കായാൽ നമ്മുടെ ജീവൻ പോയി, നഷ്ടപ്പെട്ടു, വലിയ പ്രയാസത്തിലാണ്. ഇതൊന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ അങ്ങനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നന്ദി എന്താണ്? സുജൂദാണ്. ആ സുജൂദ് വാങ്കൊടുത്ത് ഉടനെ നിസ്കരിക്കാൻ, ജമാഅത്തായി നിസ്കരിക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ മക്കളുടെ നിസ്കാരത്തിന്റെ കാര്യമാണ്. 10 വയസ്സായാൽ മക്കൾ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ അടിക്കണം. 7 വയസ്സ് മുതൽ അവരെ നിസ്കരിപ്പിച്ച് ശീലിപ്പിക്കണമെന്ന ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇബാദത്തുകൾ കൊണ്ട് കൽപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യണം. 10 വയസ്സായാൽ ചെയ്തില്ലെങ്കിൽ അടിക്കണമെന്ന്. ഇന്ന് എത്ര രക്ഷിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ചെയ്യാത്തതിന്റെ ഫലമാണ് നമ്മളെ കുട്ടികൾ നിസ്കരിക്കുന്നില്ല. ഞാൻ അന്വേഷിച്ചു നോക്കി നമ്മളെ മുതഅല്ലിമീങ്ങളോട്. സ്കൂളിൽ മുസ്ലിം വിദ്യാർത്ഥികളിൽ 1% പോലും നിസ്കരിക്കുന്നില്ല, ദുഹർ നിസ്കരിക്കുന്നില്ല. ഇത് നമ്മുടെ മക്കളാണ്, നമ്മൾ ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന മക്കളാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉപ്പമാരും രക്ഷിതാക്കളും വല്ലിപ്പമാരും എല്ലാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സ്കൂളിൽ കുട്ടികൾ ദുഹർ നിസ്കരിക്കുന്നത് 1% പോലും ദുഹർ നിസ്കരിക്കുന്നില്ല. സുബ്ഹ് ഏതായാലും നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ദുഹർ നിസ്കരിക്കുന്നില്ല. ഈ കുട്ടിക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. നാളെ ആഖിറത്തിൽ എന്തുകൊണ്ട് നീ നിസ്കരിച്ചില്ല എന്ന് ഈ മോനോട് ചോദിക്കുമ്പോ, എൻ്റെ ഉമ്മ എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ ഉമ്മ അങ്ങനെ ശീലമാക്കിയിട്ടില്ല, എൻ്റെ ഉപ്പ നിസ്കരിച്ചാത്തതിന്റെ പേരിൽ എന്നെ ചെറുപ്പത്തിലെ കർക്കശമായ നടപടികൾ എടുത്തിട്ടില്ല എന്നല്ലേ ഈ കുട്ടി പറയാ. ആ സമയത്ത് സൗകര്യത്തിന് വിട്ടുകൊടുത്ത ഉമ്മയും വാപ്പയും അല്ലേ റബ്ബിന്റെ മുമ്പിൽ കുടുങ്ങുക. മുത്തുനബി പറഞ്ഞത് കേക്കായിട്ടല്ലേ. പഴയകാല തർബിയത്തിന്റെ ഒരു ഗുണമുണ്ടായിരുന്നു. മക്കളെ വളർത്താൻ ഇന്ന് നമ്മുടെ തലമുറക്ക് രക്ഷിതാക്കൾക്ക് അറിയാത്തൊരവസ്ഥയിലാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ഇസ്ലാമികമായ തർബിയത്ത് അനുഭവിച്ച് വളർന്നതുകൊണ്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉപ്പാർക്കും ഉമ്മാർക്കും അല്ലാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്താൽ നിങ്ങൾ ആമീൻ പറയാൻ നിങ്ങൾ ഇവിടെ ഉണ്ട്. അടുത്ത ഒരു തലമുറയെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നിങ്ങൾ മഖബറയിൽ പോയി കിടക്കുന്ന സമയം പള്ളിയിലോ മദ്രസയിലോ ആളുകൾ കൂടിയിരുന്ന് ദുആ ചെയ്യുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയാൻ നിങ്ങളുടെ പ്രതിനിധി സീറ്റിലില്ല. എന്തേ? കാരണം നിങ്ങൾ പഠിപ്പിച്ചില്ല, നിങ്ങൾ ശീലമാക്കിയില്ല. ഇതല്ലേ കാരണം? നിങ്ങൾ ഇന്ന് നിസ്കരിക്കുന്നു, ജമാഅത്തിന് പങ്കെടുക്കുന്നു, ഹൽക്കക്ക് പങ്കെടുക്കുന്നു, മജ്ലിസുന്നൂറിന് പങ്കെടുക്കുന്നു. അത് നിങ്ങളുടെ പവറല്ല, നിങ്ങളുടെ ഉപ്പാന്റെ ഉമ്മാന്റെ പവറാ. അവര് ചെറുപ്പത്തിൽ ശീലിപ്പിച്ചതാണ്. രാവിലെ ഖുർആൻ ഓതാതെ ചായയില്ല,
രാത്രി മദ്രസയിൽ പുസ്തകങ്ങൾ പഠിക്കാതെ, ഖുർആൻ ഓതാതെ, മൗലിദ് ഓതാതെ, ഹദ്ദാദ് ഓതാതെ ഭക്ഷണമില്ല. ഇങ്ങനെ പഠിപ്പിച്ചതല്ലേ മക്കളെ? അതുകൊണ്ടല്ലേ നല്ലൊരവസ്ഥയിൽ നമ്മൾ മാറിയത്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഈ ഒരു ശ്രദ്ധ നമുക്കില്ലെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ആമീൻ പറഞ്ഞതുപോലെ നാളെ ആര് നിങ്ങൾക്ക് ആമീൻ പറയും? ആര് ആമീൻ പറയും എന്നെന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്കടുത്ത തലമുറ, നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളും ദുആ ചെയ്യുമോ? അങ്ങനെ ദുആ നടക്കുന്ന വല്ല മജ്ലിസിലും നിങ്ങളുടെ സാന്നിധ്യം, മക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമോ? അവരാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ഖുർആൻ ഓതുമോ? ഫാത്തിഹ ഓതി ഹദിയ ചെയ്യുമോ? നിങ്ങളുടെ ഖബർ ദൈനംദിനമായി സിയാറത്ത് ചെയ്യുമോ? ഇന്ന് നിങ്ങളൊക്കെ സിയാറത്ത് ചെയ്യുന്നവരാണ്. രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് ഉമ്മാന്റെ ഖബറിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നിന്ന് സലാം പറഞ്ഞ് ഫാത്തിഹ ഓതുന്ന നല്ല മക്കളാണ് നിങ്ങളൊക്കെ, ഞാനത് കാണാറുണ്ട്. പക്ഷേ നാളെ ആ സ്ഥാനത്ത് നിങ്ങൾ കിടക്കുമ്പോ ആര് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് മക്കളെ വളർത്തുന്ന കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചാൽ ഉമ്മമാരെ നിങ്ങൾ കുടുങ്ങും. അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചില്ല. എല്ലാവിധ സൗകര്യങ്ങളും മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ള ചെലവ്, യാത്രാ സൗകര്യങ്ങൾ, മൊബൈൽ എല്ലാം കൊടുക്കുന്നുണ്ട്. എന്റെ ഉമ്മ എന്നത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് റബ്ബേ എന്നെ ശിക്ഷിക്കല്ലേ. എന്റെ ഉപ്പ എന്നെ അത് നിഷ്കർഷിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ ചെറുപ്പത്തിൽ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കുന്ന ആളാകുമായിരുന്നു എന്ന് റബ്ബിനോട് പറയുന്ന സന്ദർഭത്തിൽ ആ റബ്ബിന്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നത് പെറ്റ ഉമ്മയെയും ഉപ്പയെയുമാണ്. ആ ഒരു ബോധം നമുക്കൊക്കെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നരകത്തിൽ കടക്കുന്ന ആളുകളെ സംബന്ധിച്ച് സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്നുണ്ട്, മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. എന്താണ് നിങ്ങൾ നരകത്തിലായി പോവാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോ ഖാലൂ, അവര് പറയുന്നു, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ല. ഇന്ന് നമ്മളെ ഒട്ടുമിക്ക കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളല്ല, അതിനു മേലെ പ്രായമുള്ള ഒരു 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മളെ നാട്ടിൽ എത്രത്തോളം നിസ്കരിക്കുന്നുണ്ട്? 1% നിസ്കരിക്കുന്നുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1/4 നിസ്കരിക്കുന്നുണ്ടാവുള്ളൂ. സുബഹി ഏതായാലും ഇല്ല, ദുഹർ ജോലിന്റെ തിരക്കാണ്, അസറില്ല, മഗ്രിബ് ചിലപ്പോൾ നമ്മളെ മക്കളൊക്കെ അൽഹംദുലില്ലാ പള്ളിയിൽ കാണാറുണ്ട്, പലരെയും കാണാറുണ്ട്. ബാക്കിയൊന്നും നിസ്കരിക്കുന്നില്ല. ഇതിനൊക്കെ ഉത്തരവാദികൾ നമ്മളാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. നിസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ ആ ഖബർ കിടക്കുന്ന ആൾ ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. മുസ്തഫ നബി ചോദിച്ചു, ഇതാരുടെ ഖബറാണ്? സഹാബത്ത് പറഞ്ഞു, ഇത് ഇന്നാലിന്റെ ഖബറാണ്, ഇത് മറ്റേ ഖബറാണ്. മുസ്തഫ നബി പറഞ്ഞത്, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയ്യതി ദുനിയാകും ഹാദിഹി. നിങ്ങളെ ദുനിയാവിലുള്ള സകല സൗകര്യങ്ങളെക്കാളും ഈ ചെക്കന്, ഇയാൾക്കിപ്പോ വേണ്ടത് 2 റക്അത്താണ്. ആ പാവം അവിടെ കടന്ന് പൊരിയാണെന്ന് അർത്ഥം. അയാൾ ചെയ്ത അമലിക്ക് ഒരു 2 റക്അത്തും കൂടി കിട്ടിയാൽ കുറച്ചേരം ഒരു സമാധാനം ഉണ്ടാവും. ഇതാ നിസ്കാരത്തിന്റെ ഫളല്. ഇതില്ലെങ്കിൽ ഖബറിൽ അനുഭവിക്കാണ്. ഇതൊന്നും നമുക്ക് തിരിയണില്ല. നമ്മുടെ കുടുംബക്കാരുടെ ഒക്കെ അവസ്ഥ, ഖബറാളികളുടെ മൊത്തത്തിലുള്ള അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു എന്നാലുള്ള അവസ്ഥ, നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ. ഒരു 2 റക്അത്താണ് ഇവനക്കിപ്പോ കിട്ടേണ്ടത്. വേറെ നിങ്ങളെ ദുനിയാവിൽ ഒന്നും വേണ്ട. എന്നാൽ അള്ളാഹു ജീവിതം കൊടുത്ത സമയത്ത്, ആയുസ് കൊടുത്ത സമയത്ത്, ആരോഗ്യം കൊടുത്ത സമയത്ത്, എല്ലാം റബ്ബ് കൊടുത്ത സമയത്ത് ഇവനക്കിത് അറിഞ്ഞിരുന്നില്ല. എനിക്ക് വേണ്ടത് ഇതാണെന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ മക്കൾക്ക്. നമ്മുടെ മക്കൾ മനസ്സിലാക്കുന്നത് ഈ ദുനിയാവിലുള്ള ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അത് മാത്രം മതി എന്നാണ്. ആഖിറത്തിൽ വിജയിക്കാൻ എന്താണ് ആവശ്യം നമ്മളെ മക്കൾക്ക് തിരിയുന്നില്ല. പുതിയ തലമുറക്ക് അത് മനസ്സിലാകുന്നില്ല. ഈ ദുനിയാവിലുള്ള ഒരു സുഖവും സൗകര്യങ്ങളും വേണ്ട. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന കുപ്പായം നമ്മൾ ഇട്ട് പോന്നതാണ്. പക്ഷേ അഴിക്കുന്നവർ ഒരു പക്ഷേ വേറെ ആളുകളായിരിക്കും. നമ്മളിങ്ങോട്ട് നടന്നു വന്നവരാ, തിരിച്ച് നമുക്ക് ചിലപ്പോൾ പോകാൻ കഴിയൂല, കൊണ്ടുപോലായിരിക്കും.
അതുകൊണ്ട് നാളത്തെ ആവശ്യം തിരിച്ചറിയാൻ മോമിനായ മനുഷ്യന് കഴിയണം. എന്താണ് നാളെ ആവശ്യം? രക്ഷിതാക്കൾക്കും ഇത് കഴിയണം, ഉമ്മാക്ക് കഴിയണം. എന്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്, സൗകര്യങ്ങൾ ആവശ്യമാണ്, പരലോക വിജയവും ആവശ്യമാണ്. ഇത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് മനസ്സിലാവണം, ഉപ്പമാർക്ക് ഇത് തിരിയണം. എന്താണ് എൻ്റെ മക്കൾക്ക് ആവശ്യം എന്ന് മനസ്സിലാക്കാൻ. ആവശ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, എന്നാൽ ആഖിറത്തിൽ ചില ആവശ്യങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോഴാണ് അതുകൂടി ചെയ്തു കൊടുക്കാൻ. മോനെ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തു, ജമാഅത്തിന് പോയിക്കോ എന്ന് പറയുന്ന നല്ല ഉമ്മ ഉണ്ടാവും നമ്മളെ നാട്ടിൽ, ഉണ്ട്. മോനെ വാങ്ങിക്കൊടുത്തു, ജമാഅത്തിന് പോയിക്കോ എന്ന് പറയുന്ന ഉമ്മയുണ്ട്. എന്നാ പോണ്ടാന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. ഇതൊക്കെ ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ കൊടുങ്ങുന്ന വിഷയങ്ങളാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് റജബ് മാസമാണ്. ഈ റജബ് മാസത്തെ നമ്മൾ ബഹുമാനിക്കുക. എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക. റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിക്കുക. ഏറ്റവും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്. കാരണം എന്തുകൊണ്ടാണ്? അവർക്ക് ഇൽമിന്റെ കുറവുണ്ട്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇൽമിന് മാർഗങ്ങളുണ്ട്. പള്ളിയിൽ ഉപദേശങ്ങൾ നടക്കുന്നുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, തിങ്കളാഴ്ചയുണ്ട്. നമ്മളെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് എല്ലാ മാസത്തിലും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത് ഒറ്റ ക്ലാസ് ആണെങ്കിലും അത് 2 ആഴ്ചത്തെ ക്ലാസിന്റെ ഫലത്തിലാണ്. സ്ത്രീകൾക്കാണെങ്കിൽ മജ്‌ലിസ് നൂറുകളുണ്ട്, പക്ഷെ അതിൽ പ്രായമുള്ള ആളുകളെ വരൂ. ചെറിയ പെൺകുട്ടികൾക്ക് ഇൽമ് കിട്ടുന്നില്ല. മദ്രസയിൽ ഇൽമ് കിട്ടുന്നുണ്ടോ? മദ്രസയിൽ 7 കഴിഞ്ഞ പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞേക്കണില്ല. ഈ രീതിയിൽ നമ്മുടെ പെൺകുട്ടികളിലാണ് വിവരത്തിന്റെ കുറവുള്ളത്, പടച്ചോനെ പേടി കുറവുള്ളത്, ആഖിറത്തിന്റെ പേടി കുറവുള്ളത് പെൺകുട്ടികളിലാണ്. എന്തുകൊണ്ട്? വിവരമില്ല. അങ്ങാടിയിലൂടെ അങ്ങനെ പോകുമ്പോ BP അങ്ങാടിയിലേക്ക് നിങ്ങൾ വണ്ടി ഓടിച്ചു പോവുക അസറിന്റെ സമയത്ത്, നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇരിക്കുന്നത് ബസ് സ്റ്റോപ്പിലല്ല, ഏതെങ്കിലുമൊക്കെ ചെക്കന്റെ മടിയിലാണ്. ക്ലാസ്സിലെ കുട്ടികളുടെ മടിയിലാണ് നമ്മുടെ പെൺകുട്ടികൾ ഇരിക്കുന്നത്. ഇതെന്തിന്റെ കുറവാ? ഇത് രക്ഷിതാക്കളെ ശ്രദ്ധിക്കാത്തതിന്റെ കുറവാണ്, ഇൽമിന്റെ കുറവാണ്. ഈ ബോധം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ വലിയ അദാബ് നമ്മൾ നേരിടേണ്ടി വരും. ഔറത്ത് മറക്കാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഗൗരവത്തോടു കൂടെ ഞാൻ പറയാം, നിങ്ങൾ ഔറത്ത് മറക്കണം. ഔറത്ത് പരിപൂർണമായി മറച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങുന്നത്. നിങ്ങളുടെ മക്കളെയും ആ രീതിയിൽ നിങ്ങൾ ശീലിപ്പിക്കണം. പലപ്പോഴും കാണിക്കുന്ന ഒരു വൃത്തികേട്, ചെറിയ കുട്ടിയല്ലേ ഇപ്പൊ അങ്ങനെയൊക്കെ മതി എന്ന രീതിയിൽ മുട്ടുമറയാത്ത ചെറിയ വസ്ത്രം ഇട്ട് കൊടുക്കും. ചെറിയ കുട്ടിയല്ലേ, അത് 3-ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവും, 4-ാം ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവും. ആ കുട്ടിക്കും ശരീരത്തിന്റെ ഔറത്തുകൾ, കൈയില്ലാത്ത കാലില്ലാത്ത ഒരു ചെറിയ വസ്ത്രമാണ് നമ്മൾ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്. ചെറിയ കുട്ടിയല്ലേ, പ്രശ്നമല്ല. പക്ഷെ എവിടെ പ്രശ്നം? ഈ കുട്ടി വലുതായാൽ ഈ കുട്ടിക്ക് ഇതേ ശീലമാവൂ. ഇതിലപ്പുറം ഔറത്ത് മറക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല. കാരണം കുട്ടി ഇതാണ് ശീലിച്ചത്. ഈ മദ്രസയിൽ ഈ അടുത്തിനോടൊരു ഉസ്താദ് പറയാ, മുഖം മറച്ചു വരാൻ കുട്ടികളോട് പറയാറുണ്ട്. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അത് മറച്ച് ശീലായാൽ കുറച്ചു കഴിഞ്ഞാൽ ബുർക്ക ഒഴിവാക്കിയാലും കൈ മറക്കണം എന്നുള്ള ബോധമെങ്കിലും വരും. അപ്പൊ ഒരു കുട്ടിന്റെ ഉമ്മ പറയാ, ചെറിയ ആളല്ലേ, 4-ാം ക്ലാസ്സിലല്ലേ പഠിക്കണ്, ഇപ്പൊ തന്നെ മറക്കൊന്നും വേണ്ട. ഇനി കുട്ടി എന്താ ഉണ്ടാവുക? ഒക്കെ അയച്ചിട്ട് ഇങ്ങനെ അങ്ങാടി കൂടി നടക്കും. മുഖം മാത്രല്ല, എല്ലാം അയച്ചിട്ട് അങ്ങാടി കൂടി നടക്കും. ഉമ്മമാരാണ് ഈ മക്കളെ, പെൺകുട്ടികളെ വളർത്തുന്നിടത്ത് അപാകത വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഗൗരവത്തിൽ കാണാൻ ഉമ്മമാർക്ക് സാധിക്കട്ടെ, ഉപ്പമാർക്ക് സാധിക്കണം, വീട്ടുകാർക്ക് എല്ലാവർക്കും ഇത് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ അതുപോലെ ഉപ്പമാർ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും അള്ളാഹുവിന്റെ ദിക്റിലായി നമുക്ക് പോകാൻ പറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, ഇസ്ലാമിന്റെ ശരീഅത്ത് വിശാലമാണ്, സമഗ്രമാണ്, ഏതെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നമ്മൾ മഹാന്മാരുടെ അടുത്ത് പോയി, ഔലിയാക്കളുടെ അടുത്ത് പോയി ഇജാസത്ത് വാങ്ങാറുണ്ട്, ഒരുപാട് ദിക്റുണ്ട്,
ഏത് ദിക്ർ ചെല്ലണം? ഒരു ദിക്ർ ചെല്ലാനുള്ള ഒരു പ്രത്യേക സമ്മതം തന്ന ഒരു ബറക്കത്തുണ്ടോ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, ഇസ്ലാമിന്റെ ശരീഅത്ത് സമഗ്രമാണ്. ഏതെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്കൊന്ന് ചൊല്ലി പറയാനും ചെയ്യാനും പറ്റിയ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞുതരാൻ പറ്റുമോ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് നനഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. നാവ് ദിക്ർ കൊണ്ട് നനഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അപ്പൊ നമ്മൾ ജോലി ചെയ്യുമ്പോ, നമ്മൾ വാഹനം ഓടിക്കുമ്പോ, വീട്ടിൽ ഉമ്മമാർ ഭക്ഷണം പാകം ചെയ്യുമ്പോ, വീട് വൃത്തിയാക്കുമ്പോ, അലക്കുമ്പോ ഒക്കെ ദിക്ർ നമ്മുടെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പോ റജബ് മാസമാണ്, പ്രത്യേകം അമലിന് ഫളീലത്തുള്ള സമയല്ലേ. ശഅബാൻ ഗൗരവമുള്ള സമയല്ലേ, കൂലി കൂടുതൽ കിട്ടുന്ന സമയല്ലേ. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ ദിവസവും നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. 1000 സ്വലാത്തെങ്കിലും നമ്മുടെ മജ്‌ലിസ് നൂറിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാരും 1000 സ്വലാത്തെങ്കിലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നമ്മൾ ഡെയിലി ചൊല്ലിക്കൊണ്ടിരിക്കുക. മുസ്തഫ നബിന്റെ അടുത്തിരിക്കാൻ പറ്റുന്ന ഭാഗ്യവാന്മാരാരാണ്? കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരായിരിക്കും. ആ പട്ടികയിൽ ഞാനുണ്ടാവട്ടെ, നിങ്ങളുണ്ടാവട്ടെ. അതിന് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ദിക്റുകൾ എപ്പോഴും നമ്മുടെ നാവിലൂടെ ദിക്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമ്മളൊക്കെ യാത്ര പോകാനായി. ഒരു അറ്റാക്ക് വന്നാൽ, സൈലന്റ് അറ്റാക്ക് വന്ന് ഇന്നലെ 2 ആൾ മരിച്ചു എന്ന് എൻ്റെ കുടുംബത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. 2 ആൾ മരിച്ചു, സൈലന്റ് അറ്റാക്ക്. ഒരാള് 30 വയസ്സായ 26 വയസ്സായ ചെറുപ്പക്കാരനാണ്. കല്യാണം കഴിച്ചിട്ട് 1 മാസേ ആയിട്ടുള്ളൂ. പുതിയ പെണ്ണിനെയും കൂട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോണ സമയ, രാവിലെ വിളിച്ചപ്പോ എണീക്കുന്നില്ല. സൈലന്റ് അറ്റാക്ക്. അതിന് ചികിത്സ അല്ലല്ലോ, സൈലന്റ് അറ്റാക്കിന് ചികിത്സ അല്ല, അത് തീർന്നു. അതുകൊണ്ട് നമ്മൾ നന്നായി ജീവിക്കുക. നന്നായി ജീവിച്ചാൽ മരിക്കൂല എന്നല്ല അർത്ഥം. പെട്ടെന്ന് മരിച്ചാലും മരിക്കും, എന്തായാലും മരിക്കും. പെട്ടെന്ന് മരിച്ചാലും ഗഫ്ലത്തിലായി, അശ്രദ്ധയിലായി മരിച്ചു പോകരുത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ മരിക്കാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക. അഫ്ളലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാരാണ്? അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ഏറ്റവും കൂടുതലായി ആരോ ഓർക്കുന്നത് അവനാണ്. മരണത്തെ കൂടുതൽ ഓർക്കുന്നവനാണ്. വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദ, മരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ തയ്യാറായവൻ ആരാണ്? അവനാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ കഫംപുട ഉണ്ടാക്കി വെച്ച് മാസത്തിലൊരിക്കൽ അത് ധരിച്ച് ഒന്ന് നോക്കി അത് ഊരി വെക്കുമായിരുന്നു. മരണത്തെ ഓർക്കുന്നവർ നല്ല മനുഷ്യന്മാരാണെന്നാണ്. നമ്മുടെ സമയങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന്റെ സമയത്തിൽ ഏതെങ്കിലും ഒരു സമയം അവനക്ക് അല്ലാഹുവിന്റെ ദിക്റില്ലാതെ, പടച്ചോനെ പേടിയും ചിന്തയുമില്ലാതെ നഷ്ടപ്പെട്ടാൽ നാളെ ആഖിറത്തിൽ അതിന്റെ പേരിൽ അവന് ഖേദിക്കുമെന്നാണ്. മാമിൻ സാഅത്തിൻ തമുറു ബിബ്നി ആദം ലം യദ്കുരില്ലാഹ ഫീഹി, അല്ലാഹുവിനെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ഏതെങ്കിലും ഒരു മണിക്കൂർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിന്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ദിക്റില്ലാതെ, പടച്ചോനെ പേടിയില്ലാതെ ഒരു സമയം നഷ്ടപ്പെട്ടു പോയാൽ. അതുകൊണ്ട് നമ്മളൊക്കെ ഒരുങ്ങ. നാളെ മറ്റന്നാൾ ഈ കുപ്പായം തുണിയൊക്കെ മാറ്റി ഒരു ശീലയിൽ പൊതിഞ്ഞ് 3 ഭാഗത്തൊരു കെട്ടും കെട്ടി പള്ളിയുടെ 1-ാം സഫിലൂടെ, മുമ്പിലുള്ള വാതിലൂടെ 1-ാം സഫിൽ വന്ന് കടന്ന് വളരെ പെട്ടെന്ന് പേര് മാറി, അഡ്രസ് മാറി, എല്ലാം മാറി പുതിയ അയൽവാസികളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ്. അവര് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് നാളെ അവർ യാത്രയിലാണ്, സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള യാത്രയിലാണ്. അവർ ഫസ്റ്റ് ബസ് സ്റ്റോപ്പാണ് ഖബർ. അവിടെ പോയി വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും വന്നിട്ട് വേണം പോകാൻ. അതിനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങുക. നല്ല നിയ്യത്തോടുകൂടെ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷേ പറയാനുള്ള സമയമില്ല. നമ്മൾ മരണത്തിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു നല്ല വിശ്വാസിയായി മാറേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൽബിന് കറ വരും. അള്ളാഹു നോക്കുന്നത് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടുക്കണോ, താടി ഷേപ്പാക്കിക്കണോ, പൗഡർ ഇട്ടുക്കണോ എന്നല്ല. അള്ളാഹു ഖൽബിക്കാണ് നോക്കുന്നത്. ആ ഖൽബ് വൃത്തിയായിരിക്കണം. ഖൽബിന് കറ വരും. നുണ പറയുമ്പോ, ഹറാമ് കാണുമ്പോ, വേണ്ടാത്തത് ചെയ്യുമ്പോ, പലിശ തിന്നുമ്പോ ഖൽബാണ് കേടിരുന്നത്. അള്ളാഹു നോക്കുമ്പോ ഖൽബ് മലീമസമായിരിക്കും. ആ ഖൽബിന്റെ കറ കളയാൻ എന്താണ് മരുന്ന് എന്ന് സ്വഹാബത്ത് അന്വേഷിച്ചു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്നായി പറഞ്ഞത് ഒന്ന് ദിക്റുൽ മൗത്താണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക.
പിന്നെ വത്തിലാവത്തുൽ ഖുർആൻ. മരണം ഓർത്ത മനുഷ്യന്റെ ജീവിതത്തിലെ അമലിൽ അത് കാണുന്നതാണ്. ഇന്ന് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർത്താൽ ഇന്നത്തെ ഇശാ നിസ്കാരം ഉഷാറായിരിക്കും. മരണത്തെക്കുറിച്ച് ഓർത്താൽ അത് പ്രതിഫലനം അതിന് ശേഷമുള്ള അമലിൽ കാണും. ഈ ആർഭാടവും ഉല്ലാസവും കളിയും ചിരിയും തമാശയും പിന്നെ ഉണ്ടാവില്ല. സന്തോഷമൊക്കെ അവിടെ നിൽക്കും, ആർമാദം നിൽക്കും, പാകത്തിനുള്ള സന്തോഷമൊക്കെ പറ്റും. മരിക്കുമെന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുൽ മൗത്ത് എപ്പോഴും നമ്മുടെ കൽബിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അത്തരത്തിലുള്ള ഒരു നല്ല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒരു പാട്ട് പാടുന്നുണ്ട്, മരണത്തെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെ പാടുമ്പോൾ ശരിക്കും നിങ്ങൾ നമ്മുടെ വീട്ടിൽ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിവാരങ്ങളെ കൂടെ മലായിക്കത്തിന്റെ വലിയൊരു ടീമിന്റെ കൂടെ വന്ന് നമ്മുടെ ഉപ്പാന്റെ റൂഹ് കൊണ്ടുപോയല്ലോ, നമ്മുടെ ഉമ്മാന്റെ റൂഹ് കൊണ്ടുപോയി, നമ്മുടെ മക്കളുടെ സഹോദരന്മാരുടെ കൊണ്ടുപോയി, നമ്മളത് കൊണ്ടുപോകും. ആ ഒരു രംഗം ശരിക്കും നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ ശരിക്കും ആലോചിക്കുക. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ വീടിന്റെ എല്ലാ മതിലുകളും കവർന്ന് CCTV-യിലൊന്നും പെടാതെ വീടിന്റെ അകത്തേക്ക് വന്ന് നമ്മുടെ റൂഹ് എടുത്തുകൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം നമ്മളൊക്കെ ശരിക്കും ഈ പാട്ട് ഇവിടെ ഇങ്ങനെ പാടുമ്പോൾ അത് നമ്മളൊന്ന് ഇങ്ങനെ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളിൽ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും, എങ്കിലും ആഖിർ സമാനിൽ എങ്ങനെ ചെയ്താലും അതിന് വലിയ പുണ്യമാണ്. ആഖിർ സമാനിൽ ചെറിയ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കാൻ കഴിയൂല, എന്നാലും അതിന് വലിയ പുണ്യം കിട്ടുന്ന ആഖിർ സമാനിലെ അമലിന് വല്ലാത്ത പുണ്യ. ആഖിർ സമാനിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അതൊക്കെ നമ്മളിൽ നിന്ന് വലിയ രീതിയിൽ വലിയ കൂലി തന്ന് നമ്മിൽ നിന്ന് അള്ളാഹു കബൂലാക്കട്ടെ. നമ്മളാക്കിയ, നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ, സമ്പത്തുണ്ടാക്കി തന്ന, വിവരം ഉണ്ടാക്കി തന്ന നമ്മുടെ ഉസ്താദുമാർ, ഉമ്മ, വാപ്പ, വല്ലിപ്പ, വല്യമ്മമാർ പലരും മക്ബറയിലാണ്. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നാളെ അവിടെ പോയി നമ്മൾ കിടക്കുമ്പോൾ പ്രയാസപ്പെടാതെ, ഇടങ്ങാറാവാതെ, പാമ്പിന്റെയും തേളിന്റെയും കുത്തും കൊള്ളാതെ സന്തോഷത്തോടുകൂടെ കടന്ന് മഹ്ശറിലേക്ക് നല്ല സ്പീഡിൽ പോയി അവിടെ നിന്നുള്ള ഹിസാബുകളൊക്കെ വളരെ പെട്ടെന്ന് കഴിഞ്ഞ് സിറാത്തിലൂടെ വളരെ പെട്ടെന്ന് പോയി സ്വർഗത്തിലെത്താൻ, മുത്തനബിയുടെ ശഫാഅത്തിന് അർഹത ലഭിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മരണത്തെ നേരിൽ കാണും മണ്ണോട് നീയും ചേരും, മലക്കുൽ മൗതരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും. മരണത്തെ നേരിൽ കാണും മണ്ണോട് നീയും ചേരും, മലക്കുൽ മൗതരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും. ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. അസ്റായിൽ റൂഹും കൊണ്ട് മടങ്ങിടും ചാരെ നിന്ന്, അന്നേരം പേരും മാഞ്ഞ് വിളിക്കുമേ മയ്യത്തെന്ന്. മരണത്തിൻ വേദനയുണ്ട്, മറക്കാത്ത രുചി അതിനുണ്ട്. സഹിക്കുമോ വേദന കൊണ്ട്, തുണക്കുമോ റബ്ബിത് കണ്ട്. വെണ്ണയിൽ നിന്നും നൂല് വലിക്കുന്ന പോലെ എൻ്റെ ശരീരത്തിൽ നിന്നും റൂഹ് എടുക്കുമോ നാദാമല്ലേ. സകറാത്തിൻ വേദനയിൽ സകറാത്തിൻ വേദനയിൽ ഞാൻ പിടയുന്ന നേരം എന്നിൽ സഹായത്തിനാരുമില്ല. സലാമത്ത് നൽകോ നാദാ, മരണത്തെ നേരിൽ കാണും
മണ്ണോട് നീയും ചേരും. മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും. കണ്ടവരെല്ലാം വന്ന് കരയുന്നു ചാരെ നിന്ന്. ചിരിക്കണം നീയും വന്ന് ഒരുങ്ങണം അതിനായെന്ന്. വിതുമ്പുന്ന അതരങ്ങൾക്ക് അറിവുണ്ട് കഥ ഇതു കണ്ട്. കാണാത്ത ലോകം ഉണ്ട്, അദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സക്കറാത്തിൻ വേദനയിൽ സക്കറാത്തിൻ വേദനയിൽ ഞാൻ പിടയുന്ന നേരം എന്നിൽ സഹായത്തിനാരുമില്ല. സലാമത്ത് നൽകൂ നാഥാ. അദാബിൻ്റെ കലവറയല്ലേ ഖബറിൻ്റെ ഇരുളിൽ നിറയെ. സുഖങ്ങളിൽ മുഴുകിയതല്ലേ ഹറാമിൻ്റെ വഴിയിൽ തനിയെ. അഹങ്കാരം പാപം നിന്നെ ചതിച്ചിടും ഖബറിൽ പിന്നെ. അറിയണം ആദ്യം തന്നെ മുഴുകണം അമലിൽ പൊന്നെ. സക്കറാത്തിൻ വേദനയിൽ സക്കറാത്തിൻ വേദനയിൽ ഞാൻ പിടയുന്ന നേരം എന്നിൽ സഹായത്തിലാരുമില്ല. സലാമത്ത് നൽകൂ നാഥാ. മരണത്തെ നേരിൽ കാണും മണ്ണോട് നീയും ചേരും. മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഓതിയതൊക്കെ നമ്മളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് യാസീൻ നമ്മുടെ ഖിറാഅത്തുകളൊക്കെ ഹദിയ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനുർ റഹീമുമായ രാജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂലാക്കണേ അല്ലാഹ്. സാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും ഖബൂലാക്കണേ അല്ലാഹ്. സാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് പറഞ്ഞ മജ്ലിസാണല്ലോ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ അല്ലാഹ്. മുഴുവൻ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിന്റെ സവാബിനെ, ഞങ്ങൾ പറഞ്ഞതിൻ്റെ ചൊല്ലിയതിൻ്റെ സവാബിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് എത്തിക്കണേ റഹ്മാനെ. തിരു റൗളയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മഹാന്മാരായ ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഔസുൽ അഅ്ലമിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കള്, ഔലിയാക്കള്, സ്വാലിഹുകള്, ഉമറാക്കളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. സ്വാലിഹുകളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്.
രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകണേ ഷാഫി. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ക്യാൻസർ പോലോത്ത വേടിക്കപ്പെടേണ്ടുന്ന രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞങ്ങളുടെ കുടുംബക്കാരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കീറി മുറിക്കേണ്ടുന്ന രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ബ്രെയിൻ ട്യൂമറിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആക്സിഡന്റിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. റോഡിൽ ചിന്നിച്ചിതറേണ്ടുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ രോഗികൾക്കും പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഈ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ ശരീരത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട്, ഊരവേദനയുള്ളവരുണ്ട്, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ളവരുണ്ട്. അതൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ഹഖ് ജാ ബറകത്ത് അളമത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കബൂലാക്കണേ അല്ലാ. എന്തൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. മുഴുവൻ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സാലിഹായ മക്കളുകൾ നൽകണേ റഹ്മാനെ. ഉള്ള മക്കളെ സാലിഹുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ദീനിനും ദുന്യാവിനും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. ജീവിക്കുന്ന കാലമത്രയും നിന്റെ ത്വഅത്തിനായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരണം വരെയും നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്ത് ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ. ഹബീബിൻ്റെ ചാരത്ത് ചെന്ന് സലാത്തും സലാമും പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പായി മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറപ്പെട്ട് കിടക്കുന്ന ഖബറാളികളിലേക്ക് ഇതിൻ്റെ സവാബ് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെയൊക്കെ ഖബർ സന്തോഷമാക്കി കൊടുക്കണേ റഹ്മാനെ. ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഖബറിന്റെ ഇടുക്കത്തെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഖബറിന്റെ അദാബിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. പേടിക്കപ്പെടേണ്ടുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബിന്റെ ഫോട്ടോ കണ്ട്, സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇബ്ലീസിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇബ്ലീസിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. തഖ്വ കുറഞ്ഞവരാണല്ലോ അല്ലാഹ്, ഈമാൻ കുറഞ്ഞവരാണല്ലോ റഹ്മാനെ. ഞങ്ങൾക്ക് തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ റഹ്മാനെ. ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആഖിബത്ത് മോശമാകുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഉള്ള സമ്പത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ദീനിനു വേണ്ടി ചിലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. നിനക്ക് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഉള്ള സമ്പത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിന്, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. മഹത്തായ ദർസിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്. അവരുടെ പഠനത്തിന് വേണ്ടി സഹായിച്ചവരുണ്ട് അല്ലാഹ്. സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് റഹ്മാനെ. പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് 3 നേരം ഭക്ഷണം നൽകുന്ന നല്ലവരായ ഉമ്മമാരുണ്ടല്ലോ റഹ്മാനെ. അവരെ കബൂലാക്കണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഔദാര്യമായി നൽകണേ അല്ലാഹ്. ദീനിനു വേണ്ടി സഹായിക്കുന്ന വിദേശത്തുള്ള സഹോദരന്മാരുണ്ട്, അവരെ കബൂലാക്കണേ അല്ലാഹ്. ജോലി സംബന്ധമായ പ്രയാസങ്ങളെ തൊട്ട് നീ രക്ഷ നൽകണേ റഹ്മാനെ.
ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സമ്പത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ, ദീനിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. മരിക്കുന്ന സമയം വരെ മഹാന്മാരായ ബദരീങ്ങളുടെ കാവൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വീട്ടിൽ കാവൽ നൽകണേ അല്ലാഹ്, ഞങ്ങളുടെ മക്കളിൽ കാവൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ പെറ്റുപോറ്റുന്ന സമയത്ത് അവരുടെ അമലുകളിൽ വല്ല പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ, പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. സാലിഹുകളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خلق سيدنا محمد وآله وصحبه أجمعين. الحمد لله بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.